ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എവിടെ നോക്കിയാലും ഡെസ്ക് ഡെക്കോറാണ് ട്രെൻഡിങ്. എന്നാൽ പിന്നെ ഇതാ പിടിച്ച ഒരു ടേബിൾ ലാമ്പ്. വെക്കേഷനൊക്കെ അല്ലേ, അധികം ചിലവൊന്നും ഇല്ലടോ, ബാ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ പൈപ്പ് എടുക്കുക, അതിനെ മുറിച്ച് ഒന്ന് ചെറുതായി വളച്ചെടുക്കാം. ഇനി ഒരു പഴയ LED ബൾബ് എടുത്ത് അതിൻ്റെ പുറകുവശം മുറിച്ച് കളയാം. പുറകുവശം തീർത്ത് മുറിച്ചോട്ടോ, അതിൻ്റെ വീഡിയോ ചെറുതായി ഒന്ന് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഈ നേരത്തെ മുറിച്ച് വെച്ച പൈപ്പിലേക്ക് 2 വയറുകൾ നമുക്ക് കയറ്റിവിടാം. വയറിങ്ങിനാണ്. അതിനുശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ പൈപ്പ് നന്നായി ഒന്ന് വളച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. അതിനുള്ളത് നിങ്ങൾ ചിരട്ടയോ ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു പാത്രമോ എടുക്കാം. ഇനി ഈ പൈപ്പിനെ ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യുന്നതിനായി നമുക്ക് MC ഒന്ന് കൂട്ടിക്കുഴച്ച് അതിലേക്ക് ഒട്ടിച്ച് ചേർക്കാം. സെറ്റാവുമ്പോഴേക്കും നമുക്ക് LED ബൾബിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു സൂര്യകാന്തി ആയിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സാധാ ഒരു പെറ്റലായി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഓരോ പെറ്റൽസ് ആയിട്ട് ആ LED ബൾബിലേക്ക് ഒട്ടിച്ചു കൊടുത്തേക്കും കേട്ടോ. ശരിക്കും ഉണങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള കളറുകൾ അടിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഗോൾഡൻ കളർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് കളർ വേണോ അത് അടിച്ചു കൊടുക്കാവുന്നതാണ്. ബേസായിട്ട് എടുത്ത ചട്ടിയിലേക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസരണത്തിന് കളർ കൊടുക്കാവുന്നതാണ്. ഇനി ആ പെയിൻ്റ് ഒന്ന് ഉണങ്ങുമ്പോഴേക്കും നമുക്കൊരു ബൾബ് ഹോൾഡർ എടുത്ത് വയറിങ്ങിൻ്റെ കണക്ഷൻ സെറ്റാക്കാം. ഇനി ആ ബൾബ് ഹോൾഡറിൻ്റെ ബാക്ക് വശം നമുക്ക് നേരത്തെ സെറ്റാക്കി വെച്ച പൈപ്പിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള വയറിൻ്റെ കഷ്ണം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഹോൾഡറിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ വയറിംഗ് ഒന്ന് സെറ്റാക്കാം. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ LED ബാക്ക് വശം നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്യണമെന്ന്? അത് ഇതുപോലെയാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ബൾബ് കയറ്റി കൊടുത്ത് ഹോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പഴയ പ്ലഗ് പോയിൻ്റ് എടുത്ത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്ന ആ ചട്ടീൻ്റെ താഴേക്ക് നമ്മൾ ഒരു വയർ വിട്ടില്ലായിരുന്നോ പൈപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ആ വയറിലേക്ക് ആ പ്ലഗ് പോയിൻറ്റിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ കൂട്ടി യോജിപ്പിച്ച ഭാഗത്തേക്ക് നല്ല രീതിയിൽ ഇൻസുലേഷൻ ചുറ്റുക കേട്ടോ. ഒരു വയർ പോലും പുറത്തേക്ക് നിൽക്കാത്ത രീതിയിലായിരിക്കണം ഇൻസുലേഷൻ ചുറ്റുന്നത്. ഇനി മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഒന്ന് കണ്ടാലോ? അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. കിട്ടിയ ലൊട്ടിലൊടുക്ക സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യണേ.